ഇന്ന് വചനം പറയുന്നു, ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങി കഴിയുന്നു എന്നാണ് വചനത്തിൽ പറയുന്നത്. ശത്രുക്കൾക്ക് പോലും ഇണങ്ങി കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നുണ്ട് എന്നാണ് ഈ വചനത്തിന്റെ ഒരു സാരാംശം. അങ്ങനെ ഒരുക്കി തരും. ശത്രുക്കൾക്ക് പോലും, നമ്മൾ ശത്രുക്കളെന്ന് വിചാരിക്കുന്നവർക്ക് പോലും നമ്മളോട് ഇണങ്ങി കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ മനോഹരമാണ്. അത് സുന്ദരമാണ്. ചില ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയല്ലേ, അയാളോട് പിണങ്ങാൻ പോലും പറ്റിയല്ല. അത് ചിലപ്പോൾ നമുക്ക് അയാളോടുള്ള അടുപ്പം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അയാളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതയായിരിക്കാം, ചില ആളുകളുടെ ഇടപെടലുകളുടെ ഒക്കെ പ്രത്യേകതകൾ കൊണ്ട് അയാളോടൊന്ന് വഴക്കിടണമെന്ന് വിചാരിച്ച് വരുന്നവർക്ക് പോലും കുറച്ച് കഴിയുമ്പോൾ വഴക്കിടാൻ പറ്റാതെ പോകും. അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. ഇനി അപ്പുറത്ത് ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടാ. നമ്മളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾക്കും നമുക്ക് നന്മ ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പോലും നമ്മളോട് ഇണങ്ങി കഴിയാൻ പറ്റാത്ത ഒരു സ്വഭാവ വിശേഷമുണ്ട്. മാതാപിതാക്കന്മാർക്ക് മക്കളോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഒരു തരത്തിലും അവന്റെ കൂട്ടത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ചില ജീവിത പങ്കാളികളുണ്ട് കേട്ടാ, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നായിരിക്കും ആഗ്രഹം, പക്ഷെ അത് നടക്കൂല, സമ്മതിക്കില്ല. അതുപോലത്തെ സ്വഭാവമായിട്ട് മാറിപ്പോകാറുണ്ട്. ഇത് രണ്ട് അവസ്ഥയുണ്ട്. ഈ ശത്രുക്കൾക്ക് പോലും ഇണങ്ങി കഴിയേണ്ടി വരുന്നത് വലിയ ദൈവാനുഗ്രഹമാണ്, മറ്റത് വലിയ കഷ്ടമാണ്. നമുക്ക് കിട്ടിയേക്കണ എന്തോ ശാപമാണ്. ശാപം ആ വാക്കും അത്ര നല്ലതല്ല, പക്ഷെ എന്തോ ഒരു ദുരന്തമാണ്. അപ്പം ഈ രണ്ട് കാര്യത്തെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാവട്ടെ ഇന്നത്തെ വചനത്തിലൂടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.